നമുക്ക് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് കർണാടകയിൽ നമ്മുടെ അർജുൻ സംഭവിച്ചത്. അപ്പോൾ എല്ലാവരുടെയും വേദനയാണത്. ഇത് തുടക്കം മുതൽ കർണാടക സർക്കാർ പറയുന്നുണ്ട് ഈ ലോറി പുഴയിലുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് ഈ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ക്യാമറയും തൂക്കി കുറേ ആളുകൾ പോയിട്ട് ഇവിടെ കുഴിക്കൂ, അവിടെ നോക്കൂ, ഇവർ വിദഗ്ധന്മാരായി. പിന്നെ അതിൻ്റെ തൊട്ടു പിന്നാലെ മറ്റ് രക്ഷാദൗത്യത്തിനുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ അവിടെ ഇടിച്ചു കയറി. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കർണാടക സർക്കാർ എന്ത് ദുഷ്ടന്മാരാണ്, അവിടുത്തെ പോലീസ് എന്ത് ദുഷ്ടന്മാരാണ് നമ്മളെ കൊണ്ട് പറയിച്ചതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ രക്ഷാപ്രവർത്തനമായിരുന്നു ശരിയായ ദിശയിൽ പോയത് എന്നുള്ളതല്ലേ ഇപ്പോൾ. അല്ല ജോണേട്ട, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കർണാടകയാണ്, ശിരൂരാണ്. കർണാടക സർക്കാരിനും അവിടെയുള്ള കാർവാർ MP-ക്കും അറിയുന്നതിലുപരി ഒന്നും ഇവിടെ നിന്നും പോയ ആളുകൾക്ക് അറിയത്തില്ല. ഇസ്രായേലുമാർക്കും മനാഫിനും മൊട്ട അരുൺകുമാറിനും അറിയാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, സാധ്യതയില്ല. ഈ വിഷയത്തിൽ ഏറ്റവും നല്ല രീതിയിൽ മാധ്യമപ്രവർത്തനത്തിന്റെ ഉദാത്തമായ ഒരു മാധ്യമപ്രവർത്തനം കാണിച്ചു തന്നത് ആരാണെന്ന് ജോണേട്ടന് അറിയാമോ? ഏഷ്യാനെറ്റ്. ഞാൻ ഏഷ്യാനെറ്റാണ് ഫോളോ ചെയ്തിരുന്നത്. കാരണം ഒരു സ്ഥലത്ത് പോലും ഏഷ്യാനെറ്റ് സത്യമല്ലാത്തൊരു വാർത്ത കൊടുത്തിട്ടില്ല ഈ വിഷയത്തിൽ. വളരെ ഗംഭീരമായിട്ടായിരുന്നു ഏഷ്യാനെറ്റിന്റെ മാധ്യമ പ്രവർത്തനം. ബാക്കി എല്ലാ മാധ്യമങ്ങളിലും പുഴയിൽ നിന്ന് മണ്ണെടുക്കുന്നു. ഈ അരുൺകുമാർ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്കിടയിലെ ഒരു പുഴുക്കുത്തായിട്ടുള്ള അരുൺകുമാർ അടക്കമുള്ളവർ പറഞ്ഞു ചെന്നത് ഇതാ പുഴയിൽ നിന്ന് മണ്ണെടുക്കുന്നു, കുഴി രൂപപ്പെടുന്നു, ദുർഗന്ധം വമിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശ്രദ്ധിച്ചായിരുന്നോ? ദുർഗന്ധം വമിക്കുന്നു എന്ന് റിപ്പോർട്ടർ ചാനൽ വാർത്ത അടിച്ചു, വമിക്കുന്നു എന്ന് പറഞ്ഞു. അതേസമയവും ഏഷ്യാനെറ്റ് ന്യൂസിൽ ലോറി കണ്ടെത്തിയിട്ടില്ല എന്നാണ് വാർത്ത കൊടുത്തിരുന്നത്. ആ സമയം എന്നോട് ചോദിച്ച ഷ്യാം അപ്പുറത്തിരിക്കുകയായിരുന്നു. ആ സമയം ഞാൻ പറഞ്ഞു ഏഷ്യാനെറ്റിന്റെ വാർത്ത കറക്റ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞു. ഷ്യാം അടക്കം പറഞ്ഞു ഏഷ്യാനെറ്റിന്റെ വാർത്തയാണ് കറക്റ്റ്, നമ്മൾ ഏഷ്യാനെറ്റ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനു വി ജോൺ മാപ്പ് പറഞ്ഞു. കണ്ടോ? ഏഷ്യാനെറ്റിന്റെ വിനു വി ജോൺ പറഞ്ഞു, ഇത്തരത്തിലുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ലല്ലോ. രഞ്ജിത്ത് ഇസ്രായേലിനെ കുറിച്ചാണ്. ആരാണ് ഇയാൾ? ഈ രഞ്ജിത്ത് ഇസ്രായേൽ. ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾക്ക് പട്ടാളത്തിൽ കയറാനായിട്ട് ഇയാൾ ശ്രമിച്ചു. പട്ടാളത്തിൽ കയറാനായിട്ട് ശ്രമിച്ച ശേഷം ഇയാൾ എന്ത് ചെയ്തു? കിട്ടിയില്ല. അസുഖം വന്നു. ഇയാൾക്ക് മെഡിക്കലി ഒരു വിഷയമുണ്ട്. ആ വിഷയം നമ്മൾ പറയുന്നില്ല, അത് അയാളുടെ സ്വകാര്യതയില്. അപ്പൊ അങ്ങനെ ഒരു വിഷയമുള്ളത് കൊണ്ട് പട്ടാളത്തിൽ കയറാൻ ശ്രമിച്ചില്ല. അതിനുശേഷം ഇയാൾ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. സന്നദ്ധ പ്രവർത്തകനാണ് ഞാൻ സന്നദ്ധ പ്രവർത്തകനാണെന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അവിടെയുള്ള സൈന്യത്തിന് ഇയാൾ നിർദ്ദേശം കൊടുക്കാൻ തോന്നി. അത്യാവശ്യം നല്ലൊരു ഫാമിലിയിൽ നിന്നൊക്കെ തന്നെയാണ് വരുന്നത്, സാമ്പത്തികമുള്ള ഒരു വ്യക്തി തന്നെയാണ്. കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇയാൾ പല സ്ഥലങ്ങളിലും നുഴഞ്ഞു കയറുന്നത്. നമുക്ക് അയാളിലേക്ക് വരാം. കാരണം ഈ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ അവിടെ നടത്തിയ ഒരു അതിക്രമം ഉണ്ടല്ലോ, അവിടെയുള്ള ആൾക്കാരെ അധിക്ഷേപിക്കുക. ഇവിടെയുള്ള ആൾക്കാരെ അധിക്ഷേപിക്കുകയാണ്. അയാൾ പറയുന്ന ഓരോ കാര്യങ്ങളെ ഞാൻ അക്കമിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. SP, വേർ ഈസ് ദ SP? SP കൊണ്ടുവന്നിട്ട് ഞാൻ മണ്ണ് വാരിക്കാൻ എന്നെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ഇവൻ മണ്ണ് വാരും അവിടെ പോയി? അല്ല, എന്റെ വ്യക്തമായിട്ടൊരു ചോദ്യമാണ്. ഇയാൾ മണ്ണ് വാരും അവിടെ? ഇയാൾ കൂടെ അവിടെ ചെന്ന് നിന്ന്, കാരണം ഇതൊരു റെസ്ക്യൂ ഓപ്പറേഷനാണ്. ഈ റെസ്ക്യൂ ഓപ്പറേഷന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും അധികം ആൾക്കാരെ കുറച്ച് മാത്രമേ നമുക്കൊരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇയാൾ ചോദിക്കുകയാണ് DYSPക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് ഇയാൾ കളിയാക്കി. ആ DYSP ഇന്ന് ഇയാളെ നോട്ടൗട്ട് വെച്ചിട്ടുണ്ട്. എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അയാൾ എവിടെ എന്ന് അവിടെ ഹാഷ്മി താജ് ഇബ്രാഹിമിനോട് ചോദിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഇയാൾ പറയാണ് കന്നഡികർക്ക് മനുഷ്യ ജീവിതത്തിന് വില കൽപ്പിക്കുന്നില്ല എന്ന രീതിയിലൊക്കെയാണ് ഇയാൾ അവിടെ പോയി സംസാരിക്കുന്നത്. എന്തൊരു നിരുത്തരവാദപരമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണെന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയധികം കർണാടക സർക്കാരിന് പ്രഷർ കൊടുത്തതിൽ ഒരാളാണ് ഇയാൾ. നമുക്കറിയാം, കേരളത്തിൽ കിടന്ന് കാണിക്കുന്ന കുത്തിത്തിരിപ്പൊക്കെ നമുക്കറിയാം. ആ പാവം പഴയടം മോഹനൻ നമ്പൂതിരി മെക്കിട്ട് കയറി അരുൺകുമാറിന്റെ കഥ എടുത്ത് പറഞ്ഞ ഇയാൾ ഓടിത്തള്ളും. സ്വകാര്യ ജീവിതത്തിലോട്ട് പിന്നെ നമുക്ക് നുഴഞ്ഞു കയറാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇയാളുടെ കഥയൊന്നും എടുത്ത് പറയാൻ നമ്മുടെ ആവശ്യമല്ല അത്. പക്ഷെ ഇയാൾ അങ്ങനെയല്ല. ഇയാൾ പഴയടം നമ്പൂതിരിയുടെ സ്വകാര്യ ജീവിതത്തിൽ നുഴഞ്ഞു കയറി ബ്രാഹ്മണ്യം, ജാതി, മറ്റത് മറിച്ചതൊക്കെ കുത്തിക്കയറ്റി ഒരു പാവം മനുഷ്യനെ ജാതി പറഞ്ഞ് അയാളുടെ ഇത് തൊഴിലില്ലാതാക്കിയ ഒരു വ്യക്തിയാണ്. അതിനുശേഷം പേടിച്ച് വിറച്ചുപോയി അരുൺകുമാർ. പിന്നീട് കാണാനൊക്കെ പോയി, ഇളിച്ചോണ്ട് കയറി ചെന്നു, വിറച്ചുപോയി. സീരിയസ് ആയിട്ട് പറയാം, വിറച്ചുപോയി അരുൺകുമാർ. അയാളെ ചുറ്റും ഇരിക്കുന്ന മാധ്യമപ്രവർത്തകരുമായിട്ട് നമുക്ക് നല്ല കോൺടാക്ട് ഉണ്ട്. പുള്ളിക്കാരൻ വിറച്ചുപോയി. ആ സമയത്ത് പുള്ളി 24-ലായിരുന്നു. 24 പോലും കൂടെ നിന്നില്ല. 24 പോലും ഇവിടെ ബ്രാഹ്മണിക്കൽ ഹെജിമണി ഉണ്ടോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് വാർത്ത ചെയ്തു. 24ന്റെ റിപ്പോർട്ടറായിട്ടുള്ള അലക്സ്റാം മുഹമ്മദ്. അന്ന് അലക്സ്റാം മുഹമ്മദിനുള്ള വടയും ചായയും ഞാൻ തരാമെന്ന് പറഞ്ഞ് ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വടയും ചായം തരാമെന്നല്ല, ഇതിനുള്ള മറുപടി പിന്നെ എന്ന് പറഞ്ഞു. അതിന്റെ താഴെ വന്ന് ദീപക് ധർമ്മടം എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകൻ പുള്ളിക്കാരൻ ഇട്ടിരുന്നു. അതെന്താ, നല്ല സ്റ്റോറി ആയിരുന്നില്ലേ, അതിനൊന്നും ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ച് ഒരു മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പഴങ്കഥയാണ്, നമുക്ക് അതിലോട്ടൊന്നും പോകണ്ട. ഇപ്പോ ഇയാള്
എന്തുകൊണ്ടാണ് ഈ വിഷയം ഇയാൾക്ക് ഏറ്റവും കൂടുതൽ ആളി കത്തിക്കാനായിട്ട് സാധിച്ചത്? കർണാടക സർക്കാർ ആദ്യമേ പറയുന്നുണ്ട് പുഴയിലാണ് ഈ സംഭവം ഉള്ളത്, കാരണം അവരെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉള്ള ആളല്ലല്ലോ, മാത്രമല്ല ആ പ്രദേശത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുള്ള വ്യക്തിയാണ് ഈ കർണാടക സർക്കാർ എന്ന്. കർണാടക സർക്കാർ കാർവാർ MP അവിടെ സതീഷ് എന്ന് പറയുന്ന ആളൊക്കെ. പുഴയിലാണുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ജോണേട്ട സംഭവം നടന്നിട്ട് ഇപ്പോൾ പുഴ 300 മീറ്റർ വീതിയാണ് ആ പുഴയ്ക്കുള്ളത്. ഈ 300 മീറ്റർ വീതിയിൽ നിന്നും കരയിൽ നിന്നും 20 മീറ്റർ താണ്ടി 3 മീറ്റർ താഴ്ചയിലാണ് ഇപ്പോൾ ലോറി കണ്ടെത്തിയിരിക്കുന്നത്. ആ 3 മീറ്റർ താഴ്ചയിലാണ് ലോറി കിടക്കുന്നത്. മനസ്സിലായി? ഇവർക്കൊക്കെ കോമൺ സെൻസ് ഇല്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം ഈ മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ കരയിൽ നിൽക്കുന്ന ഭാരത് ബെൻസിന്റെ ലോറി മണ്ണ് അവിടെ പൂഴ്ന്നു കിടക്കും, മണ്ണിന്റെ അടിയിൽ പൂഴ്ന്നു കിടക്കും എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഇവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ മണ്ണ് മാത്രമല്ല പാറ കൂടെ ഒലിച്ചു വരും എന്നുള്ളതാണ്. ആ പാറ തട്ടി ലോറി 20 മീറ്റർ അപ്പുറം തെറിച്ച് വീണു, അതിന്റെ മുകളിലേക്ക് മണ്ണ് വന്ന് അടിയുകയായിരുന്നു. അത് അവിടെയുള്ള MP മാർക്ക് എന്തിനു പറയുന്നത്, കൊച്ചു കുട്ടിക്ക് വരെ അറിയാം. ഇവര് പറയുന്നത് എന്താണ്, അങ്ങനെയല്ല, ലോറി അവിടെ തന്നെ ഉണ്ട്, എവിടെയുണ്ട്, ആ മണ്ണിനടിയിൽ തന്നെ ഉണ്ട്, നിങ്ങൾ അവിടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഉടനെ ഇവര് മറ്റേ അസാസിനേഷൻ, മനസ്സിലായി, ക്യാരക്ടർ അസാസിനേഷൻ. DYSPക്ക് ഇംഗ്ലീഷ് അറിയില്ല, SP എവിടെ, MLA വന്നോ, മറ്റേ സിദ്ധരാമയ്യ വന്നോ, പ്രധാനമന്ത്രി എവിടെ പോയി എന്ന് പറഞ്ഞാൽ ഇവർ നടത്തുന്ന അസാസിനേഷൻ ഇവിടെ തുടങ്ങും. അതിൻ്റെ കൂട്ടത്തിൽ ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ള എന്താ പറയുക ചില ആൾക്കാർ വന്നിട്ട് അവിടെയുള്ള സൈന്യത്തെ ചോദ്യം ചെയ്യുകയാണ്. അവിടെയുള്ള ആൾക്കാരോട് ഈ രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നത് എന്താ അറിയോ, കളിപ്പാട്ടങ്ങളാണ് ഇവർ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നത്, സൈന്യമല്ല, അതിനു മുമ്പ് രക്ഷാപ്രവർത്തകർ കൊണ്ടുവന്നത്. ഞാൻ ചോദിച്ചതൊന്നും എനിക്ക് തന്നിട്ടില്ല, അതിന് നീ ആരാടാ നീ ചോദിക്കുമ്പോൾ അത് തരാൻ, അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം. മനസ്സിലായില്ലേ? അങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞപ്പോഴാണ് വാർത്തയുടെ ആ ഒരു ശക്തി അരുൺകുമാറിനെ കൂടിയത്. രഞ്ജിത്ത് ഇസ്രായേലിനെ കുറിച്ച് അയാൾ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഡ്രില്ലിംഗ് മെഷീൻ വേണം, ഇത് കുഴൽക്കിണർ അടിക്കുന്ന മെഷീൻ വേണമെന്ന്. എൻ്റെ ചേട്ടാ, അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി ഇടിഞ്ഞ് താഴെ വരാൻ റെഡി ആയിട്ടിരിക്കുന്ന മണ്ണെല്ലാം കൂടെ ഇങ്ങോട്ട് വീഴും. പിന്നെയല്ലേ ഹിറ്റാച്ചി, ഇത്ര ഹിറ്റാച്ചിയേ ഉള്ളൂ, കൂടുതൽ കൊണ്ടുവരാൻ പറ്റില്ല, അത് അങ്ങനത്തെ ഒരു സെൻസിറ്റീവ് ഏരിയ ആണ്. ആ ഹിറ്റാച്ചി കൊണ്ടുവന്ന് നിങ്ങൾ കൂടുതലും മണ്ണ് ഇടിക്കാനോ തുരക്കാനോ, അവിടെ ജസ്റ്റ് എന്താണ് ഹിറ്റാച്ചി കൊണ്ട് മണ്ണെടുക്കുമ്പോൾ അതുണ്ടല്ലോ അവർ കോരുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അവര് പ്രഷർ കൊടുക്കാതെ വളരെ സ്മൂത്ത് ആയിട്ടാണ് മണ്ണ് കോരി മാറ്റുന്നത്. ആ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ വിഷയം ഉണ്ടാവും അവിടെ. മനസ്സിലായില്ലേ? ആ മണ്ണിന്റെ മോളിൽ കയറി നിൽക്കാൻ പറ്റില്ല. റെസ്ക്യൂ ഓപ്പറേഷൻ ആ മണ്ണിന്റെ മോളിൽ പോലും ആൾക്കാർക്ക് കയറി നിൽക്കാനുള്ള അധികാരമില്ല. ആ സമയത്താണ് ഇവർ പറയുന്നത് 100 ഹിറ്റാച്ചി വരട്ടെ, കുഴൽക്കിണർ അടിക്കാനുള്ള മെഷീൻ വരട്ടെ, തൊട്ടപ്പുറത്തെ പുഴയാണ്, യവന്മാർ ഒലിച്ചു പോയാൽ ആര് മറുപടി പറയും? അരുൺകുമാറിന്റെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. എന്തിനാണ് അയാളെ കയറ്റി വിടുന്നത്? അതെ, അയാൾക്ക് ഇപ്പൊ പോകണം, ഇപ്പൊ പോയിട്ട് ഇയാളെ ആ തടിയുടെ കൂട്ടത്തിൽ വെച്ച് കെട്ടി ആ ഗംഗാവലി പുഴയിൽ ഒഴുക്കി വിടണം, അറബിക്കടലിൽ ചെന്ന് പതിക്കട്ടെ എന്ന് വിചാരിക്കണം. സീരിയസ് ആയിട്ട് അങ്ങനെ തന്നെ വിചാരിക്കണം, അല്ലാതെ ഇതിൽ ഒരു നിവർത്തിയില്ല. കാരണം അത്രയ്ക്ക് വലിയ ദ്രോഹം യുവമാരൊക്കെ ചെയ്തിട്ടുണ്ട്, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന്. ആ സമയത്ത് നമ്മൾ കൊടുത്ത വാർത്തകളുണ്ടല്ലോ, ഈ മീഡിയ മലയാളം ഞാനും ഷ്യാമും കൂടെ ഇരുന്ന വാർത്തകൾ, കൃത്യമായിട്ട് ഷ്യാം ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഇത് എവിടെ ആയിരിക്കുമെന്ന്. കാരണം പുള്ളിക്കാരൻ ഒരു ഹെവി ഓടിക്കുന്ന ഡ്രൈവറാണ്. ഇവരുടെ വിഷയം റേറ്റിംഗ് കൂട്ടുക, ഭാരത് ബെൻസിന്റെ ഫീച്ചേഴ്സ് ലോകത്തെ അറിയിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഇവരുടെ വിഷയം അത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ കേട്ടോ, രണ്ടാമത്തെ ദിവസമാണ് കേരളം അറിയുന്നത് അവിടെ ഇയാൾ ഉണ്ടെന്ന്. ഈ മനാഫ് എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവർ ഉണ്ടല്ലോ, അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു, ഇനി എൻ്റെ വണ്ടി പോയി ഇൻഷുറൻസ് കിട്ടണം, അതിന് വണ്ടി കിട്ടണം, അതായിരുന്നു അയാളുടെ ഉദ്ദേശം. അയാൾ പറഞ്ഞ വാദം എന്തായിരുന്നു, പുഴയിൽ വണ്ടി പോയിട്ടുണ്ടെങ്കിൽ തടി പൊങ്ങിക്കിടക്കില്ലേ. രണ്ടാമത്തെ ദിവസമാണ് കേരളം അറിയുന്നത്. മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെ ദിവസമാണ് സൈന്യം അവിടെ ചെല്ലുന്നത്. ഒന്നാമത്തെ ദിവസം ലോറി പുഴയിൽ പതിച്ച ആ ദിവസം തന്നെ തടി മുകളിലേക്ക് പൊങ്ങി വന്ന് കാണും, അത് ഒലിച്ചു പോയി കാണും. 8 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് തടി കിട്ടിയിട്ടുണ്ട്. ഇയാള് മൂന്നാമത്തെ ദിവസം എന്താണ് പറയുന്നത്, പുഴയിൽ ഒലിച്ചു പോയെങ്കിൽ തടി മുകളിൽ പോകും, മഴ പെയ്യാണ്, കുത്തൊഴുക്കാണ്, തടി ഒലിച്ചു പോയിട്ട് എന്ത് ചെയ്തു, ആദ്യമേ കർണാടക സർക്കാർ പറഞ്ഞതുപോലെ അവിടെ തെരച്ചിൽ നടത്തിയിരുന്നുവെങ്കിൽ ആ ലോറിയോ സംഭവം നമുക്ക് നേരത്തെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. പക്ഷേ ഇവർ ചെയ്തത് ഒരു മനാഫ്, ഒരു രഞ്ജിത്ത് ഇസ്രായേൽ, ഒരു അരുൺകുമാർ, ഇവരെല്ലാം ചെന്ന് സൈന്യത്തെ ചട്ടം പിടിപ്പിക്കുകയാണ്. ചേട്ടാ ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞു നിർത്താം. അതായത് ചേട്ടാ ശ്രദ്ധിച്ചോ, ഒന്നാമത്തെ ദിവസം ഈ വാർത്ത പുറത്തു വന്നില്ല, രണ്ടാമത്തെ ദിവസം പുറത്തു വന്നു, കേരളത്തിനെ ആരും കുറ്റം പറഞ്ഞില്ല, കർണാടക സർക്കാരിനെ കുറ്റം പറഞ്ഞില്ല. അഞ്ചാമത്തെ ദിവസം സൈന്യം എത്തിയപ്പോൾ കുറ്റം മൊത്തം സൈന്യത്തിനായി. അതെങ്ങനെയാണ് ആ സംഭവം, എനിക്ക് മനസ്സിലാവുന്നില്ല. കുറ്റം മൊത്തം സൈന്യത്തിനാണ്. സൈന്യത്തിന്റെ തലയിൽ മുഴുവൻ കുറ്റം ചാർത്തി വെച്ചു കൊടുത്തു. പിന്നെ അടുത്ത കുറ്റം വരുന്നത് ദേശീയ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ഇങ്ങനെയാണോ റോഡ് പണിത് വെച്ചിരിക്കുന്നത്? പ്രകൃതിയാണ്.
അതെ, പ്രകൃതി അവിടെ അങ്ങനെ ഒരു മലയുണ്ടെന്ന് പറഞ്ഞല്ലോ, റോഡ് പണിയായി. ഇവിടെ ഉത്തരാഖണ്ഡിലൊക്കെ മണ്ണിടിഞ്ഞും മലയിടിഞ്ഞും എത്ര പേര് മരിക്കുന്നുണ്ടെന്ന് അറിയാമോ? കാരണം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരൽ മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. മാധ്യമപ്രവർത്തകരുടെ ലക്ഷ്യം റേറ്റിംഗ് കൂട്ടുക. രഞ്ജിത്ത് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അയാൾക്ക് 1 രൂപ പോലും പൈസ വാങ്ങിക്കുന്നില്ല, അതിന്റെ അപ്പുറമുള്ള 100 കോടി കൊടുത്താലും കിട്ടാത്ത ഹൈപ്പ് അയാൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മനാഫിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ലോറി, എന്റെ ലോറി എനിക്ക് കിട്ടണം, ഇൻഷുറൻസ് എനിക്ക് കിട്ടണം, ഇത് മാത്രമാണ്. ഇത് 3 അവരുടെ ലക്ഷ്യം, അല്ലാതെ അർജുന്റെ ജീവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം.